ഫോർക്ക് ഓയിൽ ഇതാ മോട്ടോറെക്സിൻ്റെ റേസിംഗ് ഫോർക്ക് ഓയിലാണ് കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നമ്മളെ ADV 390യുടെ യൂസ്ഡ് ഫോർക്കാണ്. ഫോർക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്തായാലും 2 ഇഞ്ച് ഹൈറ്റ് വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. ഈ ഹൈ സ്പീഡ് കോർണറൊക്കെ ചെയ്യാൻ നേരത്ത് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവ് ആദ്യം തോന്നിക്കും. ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കണ്ടവർക്ക് അറിയാം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ 390യുടെ USD ഫോർക്ക് നമ്മുടെ ഡ്യൂക്ക് 390 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയി നമ്മൾ അഡ്വഞ്ചർ 390യുടെ ഫോർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റോക്ക് ഫോർക്ക് ഊരി മാറ്റിയിട്ട് നമ്മൾ അഡ്വഞ്ചർ 390യുടെ ഫോർക്ക് നമ്മുടെ ഡ്യൂക്ക് 390 ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകണ്ട. ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്യല്ല, നമ്മളതിൻ്റെ ഫോർക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ മോട്ടോറെക്സ് ബ്രാൻഡിൻ്റെ ഫോർക്ക് ഓയിലും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് ഒഴിച്ച് അടിപൊളി ഒരു സാധനമാണ് നമ്മൾ വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം രാവിലെ 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഇടപ്പള്ളിയുള്ള എല്ലാവരുടെ മോട്ടോഴ്സിലാണ് ആ ഒരു ഫോർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഇടപ്പള്ളി എല്ലാവരിലിട്ട് പോയിട്ട് നമുക്കിതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഗൈസ്, ADV 390യുടെ ഫോർക്ക് ആക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡ്യൂക്ക് 390 BS6-ലുള്ളൊരു ഇഷ്യൂ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കേട്ടോ. ഒട്ടും തന്നെ ഇല്ല. നമ്മളിപ്പോൾ അണ്ടർ ബില്ലുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പറയണ്ട, ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അത്യാവശ്യം എന്താണ് ഇവന്മാരെ കൂടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും അഡ്വഞ്ചർ 390 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം ഡ്യൂക്ക് ആയതുകൊണ്ട് അത്യാവശ്യം അവന്മാർ മലയിലേക്ക് കയറി പോകുമ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി പോകും കേട്ടോ. എക്സ്പെൻസ് ഉണ്ട് എങ്കിലും ഇത് ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നത്തിലാണ് ഫോർക്ക് അഡ്വഞ്ചറിലോട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ. അവരൊക്കെ ബൈക്ക് മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന വണ്ടി ഒന്ന് പണിഞ്ഞ് ആ ഒരു കാറ്റഗറിയിലോട്ട് ആക്കാണ്ട് പോവേട് പൊളിക്കും. അപ്പോൾ നമുക്ക് നേരെ എല്ലാവരുടെ മോട്ടോഴ്സിലിടാം. ബാക്കി വർക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ USD ഫോർക്ക് ഇതാണ് അഡ്വഞ്ചർ 390യുടെ സാധനം. അപ്പോൾ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ ഇരുന്ന സാധനമല്ലേ, കഴിഞ്ഞ വീഡിയോ കണ്ടവരെ അറിയാം, അത്രയും ആക്കിലൂടെ കൂട്ടത്തിൽ ഇരുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ചേഞ്ചാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് മോട്ടോറെക്സിൻ്റെ ഫോർക്ക് ഓയിലാണ്. അപ്പോൾ എന്തായാലും നല്ല വ്യത്യാസം ഇതിനേക്കാളും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ അഡ്വഞ്ചർ 390 ഷോക്ക്, ഇത് നമ്മൾ ഡ്യൂക്ക് 390 ഷോക്ക് കേട്ടോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മെയിൻ വ്യത്യാസം നമ്മളെ ഹൈറ്റാണ്. ഏകദേശം 2 ഇഞ്ചോളം നമുക്ക് ഇന്നർ ട്യൂബ് ഔട്ടർ ട്യൂബ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അഡ്വഞ്ചർ 390 കമ്പാരിസൺ ചെയ്യാൻ നോക്കാൻ നേരത്ത് പിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഗാണ്. ലെഗ് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ ഡ്യൂക്കിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആണ് ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്സിലിടാനുള്ള ഹോള് അഡ്വഞ്ചറിലോട്ട് പോകാൻ നേരത്ത് ആ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് മാറിയാണ് ഈ ഒരു ആക്സിൽ ബോൾട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീൽ ബേസ് ഡ്യൂക്കിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മുമ്പോട്ടായിരിക്കും ഈ ഒരു ആക്സിൽ ബോൾട്ട് വരുന്നത്. പിന്നുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു കാലുകളാണ്. അതായത് നമ്മളെ മൾഗാർഡ് സെറ്റ് ചെയ്യാനുള്ള കാലുകൾ തമ്മിൽ രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആണ്. ഡ്യൂക്കിൻ്റെയും അതുപോലെ തന്നെ അഡ്വഞ്ചറിൻ്റെ ഡിഫറൻറ്റ് മൾഗാർഡ് ആയതുകൊണ്ട് അതിന് ഡിഫറൻറ്റ് ലെഗുമാണ് ഇതിന് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ എന്തൊക്കെ വരുന്നതെന്ന് നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. വണ്ടിക്ക് വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നമുക്ക് പണി തുടങ്ങാം. ഡ്യൂക്കിൻ്റെ വർക്ക് താൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ എല്ലാം അഴിച്ച് നമ്മളെ ഫോർക്കിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഊറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലത്തെ യൂസ്ഡ് ഫോർക്കിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയായിരുന്നു. ഇത് സംഭവം പുതിയ സീലാണ്, ഫോർക്കും പുതിയതാണ്. അപ്പോൾ സീലും കാര്യങ്ങളൊക്കെ പക്ക പുതിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സീല് മാറേണ്ട ആവശ്യമില്ല. വരുന്ന അത് മാറി ഉള്ള ടൈമും ഉള്ള പൈസയും കളയേണ്ട, ഓയിൽ മാത്രം മാറിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഫോർക്കിൻ്റെ ഓയിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ കളർ കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, യെല്ലോ കളർ, പക്ക പുതിയ സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൽ കിടക്കുന്ന പഴയ ഓയിലൊക്കെ ഫുള്ള് പമ്പ് ചെയ്ത് എല്ലാം കളയാണ്. അപ്പോൾ എന്തായാലും ഇളക്കി ഇനിയിപ്പോൾ നമ്മുടെ മോട്ടോറെക്സിൻ്റെ പുതിയ ഓയിലാണ് ഒടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓയിലിനെ കാട്ടി നല്ല കിട്ടിലും സസ്പെൻഷൻ ഫീലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മോട്ടോറെക്സിൻ്റെ ഓയിലിൽ കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും ഇളക്കി എന്തായാലും ഫുൾ പവറാക്കാം. നമ്മൾ ഫോർക്ക് ഓയിൽ മോട്ടോറെക്സിൻ്റെ റേസിംഗ് ഫോർക്ക് ഓയിലാണ് കേട്ടോ. 50W ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1899 ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് സംഭവം നമുക്ക് റേറ്റ് കൊടുത്താൽ നമുക്ക് ഇത് വെർത്താണ്. അതായത് അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് ഞാൻ ഓടിച്ച് നോക്കി, അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. എല്ലാ പ്രോഡക്റ്റും മോട്ടോറെക്സിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി തന്നെ തീരാം. നിങ്ങൾ ഓയിൽ ഞാൻ സജസ്റ്റ് ചെയ്യണം, ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഈ ഒരു ഓയിലുണ്ട് കേട്ടോ. എഞ്ചിനൊക്കെ പക്കാ സ്മൂത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോർക്ക് ഓയിൽ മോട്ടോറെക്സിൻ്റെ 50W ഫോർക്ക് ഓയിൽ കൂടെ നമുക്ക് എടുക്കാം. ഇത് കൊണ്ടുപോയി ചേഞ്ച് ചെയ്യാം. നമുക്ക് എഞ്ചിൻ ഓയിൽ എടുക്കുന്ന കണക്കിന് നമുക്ക് ഫോർക്ക് ഓയിൽ നമുക്ക് ഗ്രേഡ് വ്യത്യാസത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ കട്ടിയുള്ള ഓയിലാണ്, നമുക്ക് അഡ്വഞ്ചറിൻ്റെ അതിൻ്റെ കട്ടിയുള്ള ഓയിലാണ്. പിന്നെ വരുന്ന കട്ടിയൊക്കെ കുറഞ്ഞ ഓയിലാണ്. നോർമൽ ബൈക്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് കട്ടി കുറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന
നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് മോട്ടോറെക്സിൻ്റെ ഫോർക്കുകളുടെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. ഇതിപ്പോൾ അളവനുസരിച്ച് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. 450 ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്, 450 ml. അപ്പോൾ നമുക്ക് നമ്മളെ ഫോർക്കിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നമ്മളെ ADV 390 യൂസ്ഡ് ഫോർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് നമ്മളെ ഡ്യൂക്ക് 390 യൂസ്ഡ് ഫോർക്കാണ് കേട്ടോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇപ്പോൾ കാണിച്ചു തരാം. ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാ ഏകദേശം 2 ഇഞ്ച്, നമുക്ക് 2 ഇഞ്ച് പുറത്ത് നമുക്ക് ഈ ഒരു ADV 390 ഫോർക്കിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ ട്രാവൽ നോക്കാൻ നേരത്ത് നമുക്ക് ഏകദേശം 1 ഇഞ്ചോളം നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല സസ്പെൻഷൻ ട്രാവൽ നമുക്ക് ADV 390 കിട്ടും. ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂക്ക് 390 ഫോർക്ക് നമ്മളെ കൈ വെച്ച് പമ്പ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അഡ്വഞ്ചറിൻ്റെ ഫോർക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അത്യാവശ്യം ഓഫ് റോഡ് പോകുമ്പോൾ തന്നെ, ഓഫ് റോഡ് ഇതുകൊണ്ട് പോകണില്ല, എന്നാലും നമ്മൾ നോർമൽ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇവിടുത്തെ റോഡൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫ് റോഡാണ്. അപ്പം ഈ അഡ്വഞ്ചർ 390 ഫോർക്ക് ഇട്ട് ഓടിക്കാൻ നേരത്ത് നമുക്ക് അത്യാവശ്യം വലിയ കട്ടറൊക്കെ നമ്മൾ കയറി ഇറങ്ങിയാൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് നമ്മളെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്ക്, ആ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് കിട്ടത്തില്ല. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ യൂസ്ഡ് ഫോർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാൻ വിചാരിച്ച ആ റിസൾട്ട് ഈ ഒരു യൂസ്ഡ് ഫോർക്ക് കയറ്റിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് വിചാരിച്ച അതേ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം സസ്പെൻഷൻ്റെ ഫ്രീ ഒക്കെ നോക്കിയേ എൻ്റെ പൊന്നെ. ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള കുറച്ച് കട്ട് റോഡ് കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കിയായിരുന്നു. നല്ല രീതിക്ക് സസ്പെൻഷൻ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലോങ് പിടിച്ചാലും ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ വന്നാലും വലിയ സീനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് പോകുന്ന കണക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഞാൻ നോക്കിയാൽ അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ അഡ്ജസ്റ്റബിൾ കിട്ടാത്തതാണ് ഈ സാധനം ആക്കിയത് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് വെക്കും ഹാർഡ് വെക്കും. അപ്പോൾ 2 രീതിയിൽ ഓടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തായാലും 2 ഇഞ്ച് ഹൈറ്റ് വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് ഓക്കെ ഹൈറ്റ് കൂടിയോണ്ട് തന്നെ വണ്ടി ഇങ്ങോട്ട് മാറിയാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് ഇനി കൂട്ടേണ്ടി വരും. ഫ്രണ്ട് വീല് കയറ്റിയാൽ നല്ല രീതിക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ ലെങ്ത് കൂട്ടേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മളെ യൂസ്ഡ് ഫോർക്ക് നമ്മളെ ഡ്യൂക്ക് 390 ഡയറക്റ്റ് സെറ്റാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് സെറ്റാണ്. പിന്നെ മൾഗാർഡിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചെറിയായിട്ട് ഒരു ഇതിൽ വെച്ചേക്കാണ് കേട്ടോ. അതിന് നാട്ടിൽ ചെന്നിട്ട് ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് അതിൻ്റെ പ്രോപ്പർ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ. നമ്മൾ ഡ്യൂക്ക് 200 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. S3 ഡ്യൂക്ക് 390 നമ്മൾ യൂസ്ഡ് ഫോർക്ക് കയറ്റുകയാണെങ്കിൽ ഇതിൻ്റെ വീലടക്കം മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ 200 കയറ്റാൻ നേരത്ത് ചെറിയ പണി കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 390 ഇതിൻ്റെ വീലും അതുപോലെ തന്നെ ഡിസ്കിൻ്റെ 320 mm ഒക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഡയറക്റ്റ് സെറ്റാണ്, ഒന്നും തന്നെ ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി സെറ്റ് ചെയ്ത് ഇനി വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇപ്പോൾ നമ്മളെ ADV ഫോർക്കിട്ട് ഏകദേശം 250 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ഫീഡ്ബാക്ക് പറയാനായിട്ട് പോകാം. നമ്മളെ ഡ്യൂക്ക് 390 ADV ഫോർക്ക് ഇടാൻ അടുത്തുള്ള നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതിൽ പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ BS6ൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു ഭയങ്കര പ്രോബ്ലമാണ്. പക്ഷേ ADV ഫോർക്ക് ആകിയപ്പോൾ ഏകദേശം 2 ഇഞ്ചോളം ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളൊരു വ്യത്യാസം വെച്ചാൽ നമ്മളെ കേരളത്തിലെ റോഡ് കൂടെ പോകുന്ന നേരത്ത് ഫുള്ളും കുണ്ടും കുഴിയൊക്കെയാണ്. വലിയ വലിയ കട്ടറിലേക്ക് വീണാലും എനിക്ക് അത്രയ്ക്കുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഹാൻഡിലും നമ്മുടെ സീറ്റും പൊസിഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫോർക്കാണ് നമ്മൾ ADV ഫോർക്ക്. ബേക്ക് സസ്പെൻഷൻ കൂടെ മാറ്റണം ചെറിയ തോന്നലുണ്ട്. പിന്നെ കാണാൻ വലിയ ലുക്കിന് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡ്യൂക്കിൽ വരുന്ന സിൽവർ അടപ്പാണ്. പക്ഷേ ADV വരുമ്പോൾ ഒരു ബ്ലാക്ക് അടപ്പിൽ WP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ അപ്പെക്സിൻ്റെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ട്യൂബിൻ്റെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് 390 ഓണേഴ്സിനൊക്കെ പെട്ടെന്ന് കാണാൻ മനസ്സിലാവും. ഹെൽമെറ്റ് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതാണ് പിന്നെയുള്ള ഡിഫറൻറ്റ്. ഇനി വണ്ടിയുടെ നെഗറ്റീവ് സൈഡ് ജസ്റ്റ് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് കയറ്റിയിട്ടുള്ള നെഗറ്റീവ് സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയുടെ വീൽ ബേസ് നേരത്തെ ഉള്ളതിനെക്കാട്ടി 2 ഇഞ്ച് മുമ്പിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂക്ക് നേരത്തെ നമുക്ക് ഈസി ആയിട്ട് ട്രാഫിക്കിലൂടെയൊക്കെ ഫ്ലിക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. വീൽ ബേസ് കൂടുന്തോറും ആ ഒരു ഫ്ലിക്കിങ് നമുക്ക് കുറച്ച് കൺട്രോൾ ഇല്ലാത്ത കണക്ക് ആവും കേട്ടോ. പക്ഷേ അത് യൂസ് ചെയ്ത് ഓക്കെ ആയിട്ട് വരും. എനിക്ക് ആദ്യം കുറച്ച് പാടെനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പഴയ കണക്കിനെ തോന്നുന്ന വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ADV ഫോർക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ലൊരു കോർണർ, നല്ല ഹൈ സ്പീഡ് കോർണർ ആയാലും നമുക്ക് എടുക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഫോർക്കിൻ്റെ അത്രയും സ്റ്റെബിലിറ്റി ഈ ഒരു ഫോർക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു സോഫ്റ്റ് ഫോർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിങ് അതുപോലെ തന്നെ അത്യാവശ്യം അഡ്വഞ്ചർ ആയിട്ടുള്ള റോഡുകൾ പോകാനായിട്ട് ഈ ഒരു ഫോർക്ക് അടിപൊളിയായിട്ട് യൂസ് ആകും. പക്ഷേ നമ്മൾ നേരെ ട്രാക്കിലിട്ട് പോകാനകത്ത് ഈ ഒരു ഫോർക്ക് സോഫ്റ്റ് ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് യൂസ്ഡ് ആയാൽ
നമുക്കിത് ഈസി ആയിട്ട് കൺട്രോൾ ആവാന്നേ ഉള്ളൂ. വേറെ വിഷയവും കാര്യമൊന്നുമില്ല. എനിക്ക് ആദ്യം കുറച്ച് വിഷയം ആയിട്ട് തോന്നിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. എന്തിലും ഫാർ ബെറ്റർ നമ്മുടെ സ്റ്റോക്ക് ഫോർക്കാണ്. ഈ ഒരു അത്യാവശ്യം ട്രാക്കിലൊക്കെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫോർക്ക് ഒരിക്കലും കയറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് അത്ര ഒരു ഫീൽ കിട്ടത്തില്ല. ഇത്ര ഉള്ള നെഗറ്റീവ് ഇഷ്യൂ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്ക് വരുന്ന വേറെ ഇഷ്യൂടെ സൈഡ് സ്റ്റാൻഡ്. ഫ്രണ്ട് പൊങ്ങുമ്പോൾ സൈഡ് സ്റ്റാൻഡ് നമുക്ക് ലെങ്ത് കൂട്ടേണ്ടി വരും. ഇതിൻ്റെ ലെങ്ത് ഞാനിപ്പോൾ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. പക്ഷേ ലെങ്ത് എങ്ങനെയാണ് കൂട്ടിയെന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോ കണ്ടാൽ മതി. അടുത്ത വീഡിയോ ലെങ്ത് കൂട്ടിയതിൻ്റെ പിന്നെ വണ്ടിയുടെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ലെങ്ത് കൂട്ടി വെച്ചേക്കാണ്. ഇതിൻ്റെ ടിപ്പും അടുത്ത വീഡിയോ കാണാം ഗൈസ്. സംഭവം പക്ഷേ കിടുവാണ്. എനിക്കൊരു അഡ്ജസ്റ്റബിൾ ഫോർക്ക്, അഡ്വഞ്ചറിൻ്റെ അഡ്ജസ്റ്റബിൾ ഫോർക്ക് കിട്ടിയായിരുന്നെങ്കിൽ പൊളിച്ച് ചെയ്യണം. അതായത് കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർക്ക് ഹാർഡായിട്ട് നമുക്ക് ഇട്ട് ഓടിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നോർമൽ റോഡിലൊക്കെ, അത്യാവശ്യം കുറച്ച് ഓഫൊക്കെ ആയിട്ട് കിടക്കുന്ന റോഡിലൊക്കെ നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് ഓടിക്കാനായിട്ട് പറ്റും. രണ്ട് പർപ്പസും ഒരു ഫോർക്കിൽ നടക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ റോഡിലൊക്കെ പോകാൻ അടിപൊളിയായിരിക്കും. റോഡിലും കുഴപ്പമില്ല, സ്ട്രൈറ്റ് ആയിട്ട് നടക്കുന്ന റോഡും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഹൈ സ്പീഡ് കോർണറൊക്കെ ചെയ്യാൻ നേരത്ത് ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവ് ആദ്യം തോന്നിക്കും, പിന്നെ അത് നമ്മൾ യൂസ് ചെയ്ത് കൺട്രോൾ ആയിക്കോളും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഡ്യൂക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. ഞാൻ അധികം ബോറാക്കാത്ത മോഡിഫിക്കേഷനാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നാലും 1-2 ആൾക്കാരൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ഇടും, കണ്ണാപ്പിയായി, അതായി ഇതായെന്ന് കുറച്ച് അപ്പായി ചേമ്പായി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കമൻറ്റൊക്കെ ഇടും. അതൊക്കെ കാണുമെങ്കിലും വലിയ മൈൻഡ് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഓരോ ഇഷ്ടത്തിന് വണ്ടിക്ക് ബോറാവാത്ത രീതിയിൽ എൻ്റെ ഒരു മോഡിഫിക്കേഷൻ സെൻസിൽ ഞാൻ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ എന്തായാലും ഹാപ്പിയാണ്, എനിക്കതിനെ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇനി ഒരുപാട് വർക്കുമായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.